ഒരു രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ഒരു രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഗവൺമെന്റ്. ഈ തുക ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസം 18 വരെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇത് കൊടുത്തേ മതിയാവൂ. 10-20 കോടി കൊടുത്താൽ ഒരു ഹെലികോപ്റ്റർ കിട്ടുമായിരിക്കവേ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ കമ്പനിയിൽ നിന്നും എന്തിനു വേണ്ടിയാണ് കോടികൾ മുടക്കി ഇത് വാടകയ്ക്കെടുത്തത്? അങ്ങനെ VD സതീശൻ സാറ് നമ്മുടെ എല്ലാവരുടെയും പൂക്കി ഭക്ഷണം കഴിച്ചുകൊണ്ട് എയറിലായിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അമ്മായിയച്ഛനെ കാണാൻ ഹെലികോപ്റ്റർ എടുത്തു എന്ന് പറഞ്ഞ അടുത്തൊരു വിവാദം. ഹെലികോപ്റ്ററിന്റെ വിഷയം അവിടെ കിടക്കട്ടെ, അതിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ ഒരു മനുഷ്യന്റെ പ്രൈമറി നീഡാണ് ഫുഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ വാട്ടർ, ഷെൽട്ടർ എന്ന് പറയുന്ന പോലെ തന്നെ അതിലൊരു പ്രൈമറി നീഡാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഇനി അഥവാ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതാണ് ചിലവരുടെയൊക്കെ പ്രശ്നമെങ്കിൽ മുഖ്യമന്ത്രി ആയി എടുക്കണ്ട, ഒരു മനുഷ്യരായിട്ട് അതിനെ കണ്ടാൽ മതി. എടോ കോൺട്രോവേഴ്സി ഉണ്ടാക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കണം നോക്കണേ. ഇനി അഥവാ പ്രളയമായതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കാൻ പാടില്ല എന്ന് വല്ല നിയമം വല്ലതും ഉണ്ടോ? വിശപ്പിന് അങ്ങനെ ബിരിയാണി, കഞ്ഞി, ചോറ് എന്നുള്ളതൊന്നും ഇല്ലേ? അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി അഥവാ കഴിഞ്ഞ പ്രളയത്തിൽ നമ്മുടെ പഴയ മുഖ്യമന്ത്രി വ്രതത്തിലായിരുന്നോ? നമുക്കറിയാവുന്ന കാര്യമാണ്. മലബാർ ഏരിയസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ എത്രത്തോളം ട്രീറ്റ് ചെയ്യുന്നുള്ളത്. ഒരു ചായ സൽക്കാരത്തിനാണെങ്കിൽ പോലും നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്സ് അവിടെ ഉണ്ടാവും. ഇതിനൊക്കെ ന്യായീകരിച്ചിട്ട് വേറെ ലെവലിൽ കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പുച്ഛം മാത്രം എനിക്ക് അത്രേ പറയാനുള്ളൂ. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലവർക്കെങ്കിലും പറ്റിയില്ല എന്ന് വരും. ഡിസ്ലൈക്ക് ചെയ്യാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക. താഴെ കാണുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വിടുക. പാർട്ടിക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, സർവ്വസാധാരണമാണ്. അവര് ലാസ്റ്റ് ഒന്നിക്കും. ഈ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത്. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്നൊരു ക്ലിപ്പാണ് ഞാൻ ഇവിടെ കൊടുക്കുക. ഈ എന്തിന്റെ ആവശ്യമാണ് ഉള്ളത്? നിങ്ങൾക്ക് ന്യൂസ് ഇല്ലെങ്കിൽ ഇവരെ ത്രണ്ടാൻ ഇറങ്ങും. അതായത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലടക്കം ഇതേപോലെ വർത്താനം പറയുന്ന ആൾക്കാര് നീയൊക്കെ എന്ത് ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പറയുകയാണെങ്കിലും ഫുഡാണ്, വേറെ ഒന്നുമല്ല. രണ്ടാമതായിട്ടുള്ള ഹെലികോപ്റ്റർ വിഷയം, മുഖ്യമന്ത്രി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേട്ടതിന് ശേഷം അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് അതിലോട്ട് നമുക്ക് പോവാം. വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യരുത്. അത്രേ പറയാനുള്ളൂ. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിക്കേ, രണ്ട് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ പോയതിന്റെ കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആ ഫണ്ട് റൈസർ, അതായത് ആ ആൾക്കാരെ പറ്റി പറയണ്ട, പക്ഷെ ഇന്നൊരു എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കാൻ ഉണ്ടാവുമല്ലോ. അത് അവിടെ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരു ബോധ്യപ്പെട്ടേനെ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഹെലികോപ്റ്റർ എടുത്തത്, അതും ജനങ്ങളുടെ സേവനത്തിനായിരുന്നു എന്നുള്ള ചെറിയ എന്തെങ്കിലും പ്രൂഫ് കിട്ടുകയാണെങ്കിൽ അത് കാണിച്ചത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ലായിരുന്നു. അത് കാണിക്കാതെ ഇരുന്നതാണ് പൂക്കി ചെയ്ത ആകെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് എന്റെ ഭാഗത്ത് ശരിയാണ് എന്ന് കാണിക്കണേ കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങളും കൂടി. ഒരു രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ഒരു രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഗവൺമെന്റ്. 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കണേ. ഞാൻ എൻ്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ
ലെറ്റ് മീ കംപ്ലീറ്റ്. ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ഒരു രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ. സംഭവം ശരിയാണ്. ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് പകരം നമ്മുടെ കഴിഞ്ഞ സർക്കാർ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 80 ലക്ഷം രൂപ വാടക കൊടുത്തിട്ടാണ് ആ ഹെലികോപ്റ്ററെ ഹയർ ചെയ്തിരിക്കുന്നത്, അതും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന്. ഇപ്പൊ അതെല്ലാം കൂട്ടി വന്നിട്ട് എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ 40 കോടി വരെ ആയി എന്നാണ് കണക്ക് പ്രകാരം പറയുന്നത്. അതായത് 2 ഹെലികോപ്റ്റർ വാങ്ങാനുള്ള പൈസ. അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യം? ഗവൺമെന്റിന്റെ തീരുമാനമാണ്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ എന്തായാലും ആ ഹെലികോപ്റ്റർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അതെന്തായാലും പറ്റില്ല. അന്വേഷിച്ചപ്പോൾ അത് എമർജൻസി സിറ്റുവേഷൻസിൽ, അതായത് ലങ്സിന്റെ, അതായത് ഓർഗാൻസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് ത്രൂ എയർ, ആ ലെവലിലേക്കാണ് ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും അതിന്റേതായ സംഭവങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ. സോ ഇപ്പൊ പറഞ്ഞു വരുന്ന വി.ഡി. സതീശൻ സാറിനെ സംബന്ധിച്ച് ഫാദർ ഇൻ ലോയെ കാണാൻ വേണ്ടി ആ ഹെലികോപ്റ്റർ യൂസ് ചെയ്തു എന്നുള്ളൊരു കോൺട്രവേഴ്സിയാണ്. ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതും അതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്നിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ കൂടി. തൽക്കാലം സംസ്ഥാന സർക്കാരിന്റെ കസ്റ്റഡിയിലുള്ള ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന് വാടക കൊടുക്കണം. ഒരു മാസത്തെ മിനിമം വാടക 80 ലക്ഷമാണ്. ഈ 80 ലക്ഷം വാടക കൂടാതെയാണ് പൈലറ്റിന്റെ കൂലിയും ഇതിന്റെ പാർക്കിംഗ് ചെലവും ഒക്കെ വേറെ കൊടുക്കേണ്ടത്. ഈ തുക ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം. എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസം 18-ാം തീയതി വരെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇത് കൊടുത്തേ മതിയാവൂ. 10-20 കോടി കൊടുത്താൽ ഒരു ഹെലികോപ്റ്റർ കിട്ടുമായിരിക്കവേ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ കമ്പനിയിൽ നിന്നും എന്തിനു വേണ്ടിയാണ് കോടികൾ മുടക്കി ഇത് വാടകയ്ക്കെടുത്തത്? കഴിഞ്ഞ ദിവസം കോട്ടയംകാരനായ MD തോമസ് വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചപ്പോൾ സർക്കാർ കൊടുത്ത ഉത്തരവിൽ പറയുന്നത് 48 കോടി 40 ലക്ഷം രൂപ ഈ ഹെലികോപ്റ്ററിന് വേണ്ടി ഇതുവരെ ചെലവാക്കിയതാണ്. എന്ന് വെച്ചാൽ കുറഞ്ഞത് എല്ലാ സൗകര്യങ്ങളുമുള്ള 2 ഹെലികോപ്റ്ററുകൾ ഈ തുക കൊണ്ട് വാങ്ങാമായിരുന്നു. ഇതിന്റെ ഇനം തിരിച്ചുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട്. 2019-20 വർഷം 18 കോടി 20 ലക്ഷത്തി 12,648 രൂപയാണ് ചെലവാക്കിയത്. എന്ന് വെച്ചാൽ ഒരു മാസം കൊടുക്കേണ്ട 80 ലക്ഷം വാടക, അത് ഒരു വർഷമായാൽ 8 കോടി ആവത്തുള്ളൂ. എന്നാൽ 18 കോടി 10 കോടി കൂടി അധികം കൊടുത്തു. 2021-22 4 കോടി 12 ലക്ഷത്തി 50,119 രൂപ. എന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ടത് പോലും ഉപയോഗിച്ചില്ല, പക്ഷേ പണം കൊടുത്തു. 2022-23 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല. 23-24 3 കോടി 20 ലക്ഷം രൂപ. 24-25 12 കോടി 83 ലക്ഷത്തി 79,409 രൂപ. 25-26 8 ലക്ഷം രൂപ. ഇനി ഈ വകയിൽ 2 കോടി 40 ലക്ഷം രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. 48 കോടി 76 ലക്ഷത്തി 42,718 രൂപ. ഏതാണ്ട് 50 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. പക്ഷേ ഈ ഹെലികോപ്റ്റർ യൂസേജ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം വിത്ത് പ്രൂഫോട് കൂടി നിങ്ങൾക്ക് കാണിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. പത്രസമ്മേളനം നടക്കുമ്പോൾ അവിടെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചതും കൂടിയാണ് ഏത് കമ്പനിയുമായിട്ടാണ്, എന്ത് മീറ്റിങ്ങിനായിരുന്നു നിങ്ങൾ പോയിരിക്കുന്നത്. അപ്പൊ അതിന് മറുപടി കൊടുക്കണേ കൊണ്ട് കുഴപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തണം മുഖ്യമന്ത്രി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന അഭിപ്രായം, ഈ ഭക്ഷണത്തിന്റെയും ഈ ഹെലികോപ്റ്ററിന്റെയും വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, അത് വള്ളി പുള്ളി തെറ്റാതെ തന്നെ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെലികോപ്റ്ററൊക്കെ നമ്മുടെ ടാക്സ് നിന്ന് വാങ്ങുന്നതാണ്. സോ അഭിപ്രായം പറയാൻ നിങ്ങൾ ഓരോരുത്തരും അതിന് അർഹനാണ്. അപ്പൊ എന്തായാലും അത് കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.